ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിപ്പും താലോലിക്കയും ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിനു വേണ്ടി 1/2 കപ്പ് തുവരപ്പരിപ്പും പിന്നെ 2 വലിയ താലോലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഈ താലോലിക്കയ്ക്ക് പീച്ചിങ്ങ എന്നും പൊട്ടിക്ക എന്നുമൊക്കെ പറയാറുണ്ട്. കണ്ണൂർ നമ്മുടെ ഭാഗത്തൊക്കെ ഇതിന് താലോലിക്ക എന്നാണ് പറയാറ്. അപ്പോൾ പരിപ്പ് ഞാനിവിടെ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 10 ചെറിയ ഉള്ളി, ഒരു 8 വലിയ വെളുത്തുള്ളി, 6 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി വെക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്താലും മതിയാവും. അല്ലെങ്കിൽ തേങ്ങയും ജീരകമൊക്കെ അരച്ച് ചേർത്തിട്ട് ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം തന്നെ ഈ താലോരി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തേക്ക് പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗം ആദ്യം ഒന്ന് ചെത്തിക്കളയണം. താലോരി ഞാനതിൻ്റെ പുറത്തെ തോലൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് അധികം മൂക്കാത്ത ചെറിയ താലോരിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള താലോരിക്കൊക്കെ ആണെങ്കിൽ 4ആയിട്ട് പിളർന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ താലോരി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയം 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന താലോരിയും പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. പിന്നെ ഈ താലോരി വേവിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ താലോരിയൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയിൽ വെള്ളം കുറവായതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലപോലെ തിളച്ച് താലോരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം കറി ഒന്ന് തിളക്കാൻ വെക്കാം. കറി ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഇത് തണുക്കുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കുറുകി വരും. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും താലോരിയും ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.